ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി കടലക്കറിയാണ്. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാമാണ്. തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണം. അങ്ങനെ ഇവിടെ ഞാനെല്ലാം നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് കുക്കറിലല്ലേ നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവറും യൂസ് ചെയ്യാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ പെരുംജീരകവും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമല്ലോ, അതുവരെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 2 സവോള ഞാൻ അരിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തക്കാളിയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് അടുത്തതായി യൂസ് ചെയ്യുന്നതാണ് വെള്ളം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വിസിലടിച്ച് കൊടുക്കാം. ഉള്ളി വഴറ്റി നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഏകദേശം ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വഴറ്റി കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഉള്ളി ഇവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നതാണ് കറിവേപ്പില. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് മിക്സ് ചെയ്ത് തീ ഒന്ന് കുറച്ച് മാറ്റി വെക്കാം. ഇനി ഇതിൽ മസാലയാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളും അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, 1/4 കപ്പാണ് ധാരാളം. അങ്ങനെ ഇവിടെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് കടലയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കാണാൻ ഇച്ചിരി ഒരു തിക്കായിട്ടൊരു ഗ്രേവിയാണ്. ഞാനിങ്ങനെ ചെയ്യുന്നത് എപ്പോഴും ഞാൻ ഏത് കറി ഉണ്ടാക്കിയാലും ഇങ്ങനെ ആയിരിക്കും അരപ്പ് അടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കറി നല്ലൊരു തിക്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രാവിലെ സ്കൂളിൽ പോകുന്ന സമയം എന്ന് പറയുമ്പോൾ നല്ല ധൃതി വെച്ച് ഓടുന്നതായിരിക്കും. അപ്പോൾ ഈ ഉള്ളി വഴറ്റുന്ന ആ സമയം നമുക്ക് ഇതിലൂടെ ലാഭിക്കാം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്, പിന്നെ കുറച്ച് മല്ലിയിലയും. ഇനി ഞാൻ മിക്സിയിൽ അടിച്ച അതേ മിക്സി ജാറിൽ 1.5 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കുന്ന ലാസ്റ്റായിട്ട് മല്ലിയിലയാണ്. അപ്പോൾ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാം. നമുക്ക് ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പുട്ട് ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ അറിയാത്തതും കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.